നമസ്കാരം. ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ചില തമാശകളൊക്കെ പറഞ്ഞ് മലയാളികളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഇ.പി. ജയരാജൻ്റെ ഒരു ഹോബിയാണ്. അതുപോലെ ഇന്നും പുള്ളി നല്ല ഒന്നാന്തരം ഒരു തമാശ പറഞ്ഞു. അതൊന്ന് കേട്ട് നോക്കാം. ഞങ്ങളെതിരെ പഠിക്കുന്നത് ഞങ്ങളെല്ലാം എന്തെല്ലാം വിമർശിക്കുന്നുണ്ട് അദ്ദേഹത്തെ. പിന്നെ അതെല്ലാം വന്ന് നിങ്ങളോട് ഞങ്ങൾ പറയാറില്ല എന്നേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടി സംഘടനാ കാര്യമാണ്. ഞങ്ങൾക്ക് പറയേണ്ട കാര്യം ഞങ്ങൾ പാർട്ടിയിൽ പറയും. ആ പാർട്ടിയിൽ പറയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ആലോചിക്കും. എല്ലാവരും പാർട്ടിയിൽ വിമർശനമുണ്ട്, സ്വയം വിമർശനമുണ്ട്. കേട്ടല്ലോ. അതായത് നിങ്ങൾക്ക് പിണറായിയെ വിമർശിക്കാൻ പേടിയാണോ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കെന്തിനാണ് പേടി, ഞങ്ങൾ വിമർശിക്കാറുണ്ട് എന്നാണ് ഇ.പി. ജയരാജൻ പറഞ്ഞത്. ഇതിലും വലിയൊരു തമാശ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു CPM നേതാവ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. എൻ്റെ പൊന്ന് ജയരാജ, സ്വപ്നം കണ്ട കാര്യമാണോ താങ്കൾ പറയുന്നത്? അല്ലെങ്കിൽ പിണറായി താങ്കളെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിക്കറ് വഴി താങ്കളൊക്കെ മുള്ളൂ എന്നുള്ളത് ബോധവും വിവരവുമുള്ള എല്ലാവർക്കും അറിയാം. എന്തിനാണ് ഈ ബെഡായി അടിക്കുന്നത്? ഒരു തവണയെങ്കിലും നേരെ ചൊവ്വേ ഒന്ന് വിമർശിച്ചിരുന്നെങ്കിൽ പുള്ളി ഇതുപോലെ ഒരവസ്ഥയിൽ എത്തത്തില്ലായിരുന്നു. ഒരു മനുഷ്യൻ നേരെ പുള്ളിയുടെ മുഖത്ത് നോക്കി വിമർശിച്ചിരുന്നെങ്കിൽ പുള്ളി എന്നെ ഒരു നല്ല കമ്മ്യൂണിസ്റ്റായി മാറിയാനെ. അങ്ങനെ നിങ്ങളെപ്പോലുള്ളവരിങ്ങനെ ഭവ്യതയോടെ അടിമ കണക്ക് പുള്ളിയുടെ മുമ്പിൽ നിന്നതുകൊണ്ട് തന്നെയാണ് പുള്ളി ഇത്രയും ഒരു അഹങ്കാരിയായ ഒരു കപട കമ്മ്യൂണിസ്റ്റായി പുള്ളി മാറിയത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ മലയാളികളെ ചിരിപ്പിക്കുന്ന? നല്ല കാര്യം, മലയാളികളെ ചിരിപ്പിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഈ സ്ട്രെസ്സൊക്കെ കുറയാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് തമാശകളൊക്കെ പറയണം, ഇനിയും പറയണം. ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെയാണ് താങ്കൾ പറയുന്ന കാര്യങ്ങൾ. പക്ഷെ വെറും കോമഡിയാണ് എൻ്റെ പൊന്ന് ജയരാജേട്ടാ. അതുകൊണ്ട് ഇങ്ങനത്തെ ഗീർവാണമൊന്നും അടിച്ചേക്കല്ലേ. താങ്കൾ ഈ പറഞ്ഞത് പിണറായി വിജയൻ കേൾക്കരുതേ എന്നൊന്ന് പ്രാർത്ഥിച്ചു. കേട്ടാൽ അതിനുള്ള ഡോസ് വേറെ കിട്ടും. അതുകൊണ്ട് തൽക്കാലം മാധ്യമങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞേര്. ഇത് കൂടുതൽ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട. അതങ്ങ് നൈസായിട്ടൊന്ന് ഒതുക്കി ഒന്ന് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞേര്. കണ്ട പ്രശ്നമാവുകയെ. എന്തായാലും കൊള്ളാം, നല്ല രസമുള്ള ഒരു തമാശയായിരുന്നു.